Hello and welcome back. By now, Foundational Skills for Research and Writing എന്ന യൂണിവേഴ്സിറ്റി കോർ കോഴ്സ് M21UC01AC ആയിട്ട് നിങ്ങൾ ഫെമിലിയർ ആയി കാണും. ഐ എം ഷുവർ നമ്മുടെ ചാനലിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി കോർ കോഴ്സ് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിങ്ങിന് ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചില ലേണേഴ്സ് ഇപ്പോഴും അത് വേണ്ടുവോളം പ്രയോജനപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ യൂട്യൂബിൻ്റെ സാധ്യതകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം. അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ edu@sgoUയിൽ നിങ്ങൾക്ക് ഹോം പേജിൽ ഇങ്ങനെ കാണാൻ കഴിയും. പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റഡ് പ്ലേലിസ്റ്റുകൾ എല്ലാം കാണാൻ പറ്റും. ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പ്ലേലിസ്റ്റിൽ 14 വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അതിൽ ബ്ലോക്ക് 1 ഡീൽ ചെയ്യുന്നവ ഇവയൊക്കെയാണ്. ഞാൻ ബ്ലോക്ക് 1 എന്ന് എടുത്തു പറയുന്നത് ഇൻറ്റേർണൽ എക്സാംസ് ആർ ബേസ്ഡ് ഓൺ ബ്ലോക്ക് 1 ഉള്ളി. അപ്പം നിങ്ങളിപ്പം സെക്കൻഡ് ബ്ലോക്കിനെ പറ്റി വെറി ചെയ്യേണ്ട കാര്യമില്ല ആസ് സച്ച്. സോ ഇമ്മീഡിയറ്റ് നമ്മുടെ കൺസേൺ ബ്ലോക്ക് 1നെ ഹാൻഡിൽ ചെയ്യുക എന്നതാണ്. ഈ വീഡിയോസിൽ ബ്ലോക്ക് 1ൻ്റെ എല്ലാ യൂണിറ്റ്സിനെയും പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ നാച്ചുറലി ആദ്യത്തെ സ്റ്റെപ്പ്, പഠനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ വായിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ അപ്ലോഡഡ് വീഡിയോസ് കാണുക. അതിനുപരി യൂണിവേഴ്സിറ്റി തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. അതും നിങ്ങൾക്ക് ഉപകരിക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സുമായിട്ടാണ്. വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ബ്ലോക്ക് 1നെ ബേസ് ചെയ്ത്. ദാറ്റ് ഈസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു 25 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഐ എം ഷുവർ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാംസ് ഡീൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിൽ നിൽക്കുന്നില്ല, ബിക്കോസ് അതെല്ലാം ഓൾറെഡി അപ്ലോഡഡ് വീഡിയോസിൽ ചെയ്തു കഴിഞ്ഞവയാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് വ്യൂ of these 25 questions, which I am sure will be useful for you. Question number 1 is, what do you mean by research? Research is a systematic process of investigation aimed at discovering, interpreting and revising facts and information. അപ്പോൾ എന്താണ് റിസർച്ച് കൊണ്ട് മീൻ ചെയ്യുന്നത്? അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, ഇൻവെസ്റ്റിഗേഷനാണ്. അതിൻ്റെ ഉദ്ദേശം ഡിസ്കവറിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് റിവൈസിങ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. ഫ്രം വേർ ഡസ് ദ വേർഡ് റിസർച്ച് ഒറിജിനേറ്റ്? എവിടെ നിന്നാണ് ഈ വേർഡ്? അതിൻ്റെ എറ്റിമോളജി എന്താണ്? അതിൻ്റെ ഒറിജിൻ എന്താണ്? ഉദ്ഭവം എവിടെ നിന്നാണ്? ദ വേർഡ് റിസർച്ച് ഒറിജിനേറ്റ്സ് ഫ്രം ദ മിഡിൽ ഫ്രഞ്ച് റിസർഷെ, മീനിങ് ടു ഗോ അബൌട്ട് സീക്കിംഗ്. തേർഡ് ക്വസ്റ്റ്യൻ, നെയിം 2 ടൈപ്സ് ഓഫ് റിസർച്ച്. 2 ടൈപ്സ് ഓഫ് റിസർച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. So you can write any of this, like basic research and applied research എഴുതാം, or maybe exploratory research and explanatory research, quantitative research and qualitative research. ഞാനതിങ്ങനെ ക്ലബ് ചെയ്തിരിക്കുന്നത് ഓർക്കാൻ എളുപ്പത്തിനായിട്ടാണ്. അത് റൈം ചെയ്യുന്നതുകൊണ്ടാണ്. എക്സ്പ്ലോറേറ്ററി, എക്സ്പ്ലനേറ്ററി, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ബേസിക്, അപ്ലൈഡ്. ഏതെണ്ണം 2 എഴുതിയാൽ മതി. വാട്ട് ആർ ദ അതർ നെയിംസ് ഫോർ ബേസിക് റിസർച്ച്? ബേസിക് റിസർച്ചിന് വേറെയും പേരുണ്ട്, pure research or fundamental research. Now what is the significance of research? എന്താണ് റിസർച്ചിൻ്റെ പ്രസക്തി? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പേഴ്സണൽ ഗ്രോത്ത്, മെഡിക്കൽ പ്രോഗ്രസ്, കൾച്ചറൽ പ്രിസർവേഷൻ, എഡ്യൂക്കേഷണൽ ഗ്രോത്ത്, പ്രോബ്ലം സോൾവിങ് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മറ്റ് വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം ആ വീഡിയോസ് കണ്ടിട്ട് വേണം ഈ റിവിഷൻ സ്റ്റെപ്പിലേക്ക് വരാൻ. വാട്ട് ഡു യു മീൻ ബൈ പ്രൈമറി റിസർച്ച്? പ്രൈമറി റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻസ്, എക്സ്പീരിയൻസസ് ആൻഡ് റീസണിങ്. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഇൻവെൻഷൻ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സമ്മറി ആൻഡ് റിവ്യൂ. പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ചിന് ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആണ്. നെയിം എ ഫ്യൂ മെത്തേഡ്സ് ഓഫ് കണ്ടക്ടിങ് പ്രൈമറി റിസർച്ച്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണെങ്കിൽ പ്രൈമറി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? സർവേസ് ആകാം, ഇൻ്റർവ്യൂസ് ആകാം, ഒബ്സർവേഷൻ, ഡേറ്റ അനാലിസിസ്, ഫോക്കസ് ഗ്രൂപ്പ്സ്. ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ആ ഒരു മേഖലയിൽ അറിവുള്ളവരുടെ ഇടയിൽ തമ്മിൽ നടക്കുന്ന ഡിസ്കഷൻ. ഇൻ്റർവ്യൂസും സർവേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
നെയിം ഫ്യൂ സോഴ്സസ് ഓഫ് സെക്കൻഡറി റിസർച്ച്. സെക്കൻഡറി റിസർച്ചിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്? അക്കാഡമിക് ജേർണൽസ് ആകാം, പബ്ലിഷ്ഡ് ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ്, ഗവൺമെൻറ് ഏജൻസീസ്. ഗവൺമെൻറ് ഏജൻസി എന്ന് പറയുമ്പം ഗവൺമെൻറ്റിൻ്റെ ആർക്കൈവ്സിലുള്ള ഡേറ്റാബേസസ് ആകാം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കോളേജും യൂണിവേഴ്സിറ്റിയിലെയും റിസർച്ച് തീസീസുകളുടെ ഫൈൻഡിങ്സും ആകാം. സോ ഇതൊക്കെയാണ് സെക്കൻഡറി റിസർച്ച്. സെക്കൻഡറി റിസർച്ച് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാം, മറ്റുള്ളവർ ഓൾറെഡി ചെയ്തു വെച്ച റിസർച്ചിൻ്റെ പബ്ലിഷ്ഡ് മെറ്റീരിയൽസ് ആണ് സെക്കൻഡറി റിസർച്ച്. PhD ആകാം, അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്ത ബുക്സ് ആകാം, ആർട്ടിക്കിൾസ് ആകാം, അതെല്ലാം സെക്കൻഡറി സോഴ്സസ് ആണ്. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ച്. അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്? പ്രൈമറി റിസർച്ച് സെൽഫ് കണ്ടക്റ്റഡ് ആണ്, നമ്മൾ സ്വയം നടത്തുന്നതാണ്. വിൽ ഹാവ് ടു ആൻസർ സ്പെസിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ. നമ്മുടെ മുമ്പിലൊരു സ്പെസിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ കാണും, നമ്മൾ അതിനെ തേടി പോകുന്നു. ഇറ്റ് റിക്വയർസ് മോർ ടൈം ആൻഡ് എഫേർട്ട്. ഒരുപാട് എഫേർട്ട് വേണം. ക്യാൻ ബി മോർ എക്സ്പെൻസീവ്, ചിലവുള്ളതുമാണ്. കാരണം നമ്മൾ തന്നെ ഇറങ്ങി തിരിഞ്ഞ്, ഞാനത് പ്രൈമറി റിസർച്ചിൻ്റെ ഈ വീഡിയോയിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അല്ലേ, കുറേ ബൊട്ടാനിസ്റ്റുകൾ ഒരു വനപ്രദേശത്തിൽ പോകുന്നു, അപ്പോൾ അതിൻ്റേതായ ചിലവുണ്ട്, സമയമുണ്ട്, എഫേർട്ടുണ്ട്. അതൊക്കെയാണ് പ്രൈമറി റിസർച്ച്. അവർ നേരിട്ട് ചെന്ന് നിരീക്ഷിച്ച് പരീക്ഷിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് ഒരു നിഗമനത്തിൽ എത്തുകയാണ്. സെക്കൻഡറി റിസർച്ചോ, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ അതേഴ്സ്. ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് റിസർച്ച് ഹാസ് ഓൾറെഡി ബീൻ കണ്ടക്റ്റഡ്. സെക്കൻഡറി റിസർച്ച് മറ്റുള്ളവർ ചെയ്ത, മുന്നേ സഞ്ചരിച്ചവരുടെ ഡീറ്റെയിൽസാണ് അവരുടെ ഫൈൻഡിങ്സ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നതാണ് സെക്കൻഡറി റിസർച്ച്. അതിന് ലെസ് ടൈം ആൻഡ് എഫേർട്ട്, അതിന് വലിയ ചിലവില്ല, വലിയ എഫേർട്ടില്ല. പക്ഷേ നമ്മൾ ഓതൻറ്റിക് ആയിട്ടുള്ള ബുക്സ് വേണം സെർച്ച് ചെയ്യാൻ. ഫേക്ക് ജേർണൽസും ഫേക്ക് പബ്ലിക്കേഷൻസും ഒന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ആ ഒരു എഫേർട്ട് മാത്രമാണ് സെക്കൻഡറി റിസർച്ചിന് വേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ചീപ്പ്. നമ്മൾ സ്വയം ഇൻ്റർവ്യൂ നടത്തി, യാത്രകൾ നടത്തി, സർവേ ഒന്നും നടത്തുന്നില്ല അതിൽ. സോ കമ്പാരിറ്റീവ്ലി സെക്കൻഡറി റിസർച്ച് വിൽ ബി ചീപ്പർ. What do you mean by primary source in research? എല്ലാ ഒറിജിനൽ സോഴ്സസ്, all sources which are considered original and which are based on first hand information comes under primary source. തിങ്കിങ് സ്കിൽസിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ദിസ് വൺ, ഫ്യൂ ടൈപ്സ് ഓഫ് തിങ്കിങ് സ്കിൽസ്: കൺവേർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്. ഞാൻ ഈ വീഡിയോയിൽ തിങ്കിങ് സ്കിൽസിനെ ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് അല്ലേ. നിങ്ങൾ ഈ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്താൽ മതി, ലേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കും. ഞാൻ പറഞ്ഞിരുന്നു ഒരു ബർത്ത്ഡേ പാർട്ടി കണ്ടക്ട് ചെയ്യാൻ ഈ 4 സ്കിൽസ് ഉള്ളവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നതെന്ന്. ആ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ തിങ്കിങ് സ്കിൽസിന്, ഇപ്പോൾ ഈ ഒരു കൺവേർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇത് നിങ്ങൾക്ക് 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ഷോർട്ട് ആൻസറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇവിടെ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ നെയിം ഫ്യൂ ടൈപ്സ് ഓഫ് തിങ്കിങ് സ്കിൽസേ ചോദിച്ചിട്ടുള്ളൂ. അതിന് ഇലാബറേറ്റ് അത് വേണമെങ്കിൽ ഈ വീഡിയോ കാണുക. നൗ വാട്ട് ഡു യു മീൻ ബൈ ഫോർമൽ ഇൻക്വയറി? ഫോർമൽ ഇൻക്വയറി എന്താണ്? എ സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ടുവേർഡ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദസ് ജനറേറ്റിംഗ് നോളജ്. ഇതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഫോർമൽ ഇൻഫോർമൽ ഇൻക്വയറിയിൽ ഒരു നമ്മുടെ നെയ്ബർഹുഡിലൊരു കുട്ടി മിസ്സായെന്ന് വെച്ചു. അത് ഒരു ഉദാഹരണമാണ്, അത് ഈ വീഡിയോയിലാണ് പറഞ്ഞത്. അപ്പോൾ കേൾക്കാത്തവരത് കേൾക്കുക. ഓൾറെഡി കേട്ടവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. കുട്ടി മിസ്സാവുമ്പോൾ പോലീസ് നടത്തുന്ന സ്ട്രക്ചേർഡ് ഇൻവെസ്റ്റിഗേഷൻ അത് ഫോർമൽ ഇൻക്വയറിയിൽ വരും. നമ്മൾ റിലേറ്റീവ്സും ടീച്ചേഴ്സും ഫ്രണ്ട്സും ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ സിറ്റുവേഷൻ, അവനെന്തെങ്കിലും ഡിപ്രഷനിലായിരുന്നോ, സ്ട്രെസ് ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ഇൻഫോർമൽ ഇൻക്വയറിയിൽ വരും. ഫോർമൽ ഇൻക്വയറിയും ഇൻഫോർമൽ ഇൻക്വയറിയും രണ്ടും കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ, രണ്ടും റിസർച്ചിന് യൂസ്ഫുള്ളാണ്. ഇവിടെ നമ്മൾ ഫോർമൽ ഇൻക്വയറി പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച്. ഇറ്റ് റിലൈസ് ഓൺ ഹൈപ്പോത്തസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ഇറ്റ് യൂസസ് ലോജിക് ടു അറൈവ് ഓൺ എ കൺക്ലൂഷൻ. ഹൈപ്പോത്തസിസ് ആണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആകാം, അങ്ങനെ ആകാം, ആ കുട്ടി ഇത്ര ദൂരെ പോയി കാണും, അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തുന്നത്. വാട്ട് യു മീൻ ബൈ ഇൻഫോർമൽ ഇൻക്വയറി? ഇറ്റ് ഈസ് മോർ സ്പോണ്ടേനിയസ്. അങ്ങനെ അതിന് പ്രത്യേക റൂളൊന്നുമില്ല, ലൂസ്ലി സ്ട്രക്ചേർഡ് ആണ്. എക്സ്പെരിമെൻ്റൽ ലേണിങ്ങിനെ ബേസ് ചെയ്ത ആ കുട്ടി മിസ്സായ കുട്ടിയുടെ ഒരു ഫ്രണ്ട് പറയും അവന് ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു, അവനൊരു പ്രശ്നവും ഇല്ലായിരുന്നു.
മറ്റൊരാൾ പറയുന്നു അത് അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, അവനെ മിസ്സ് വഴക്ക് പറഞ്ഞു. അങ്ങനെ ലൂസ്ലി സ്ട്രക്ചേർഡ് നമുക്ക് ഇൻഫർമേഷനിലൂടെ നമ്മൾ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഒരു അറിവ് തേടുകയാണ് ആ കുട്ടിയെപ്പറ്റി, ആ കുട്ടിയുടെ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ പറ്റി. അതാണ് ഇൻഫോർമൽ ഇൻക്വയറി. വാട്ട് റോൾ ഡു ക്വസ്റ്റ്യൻസ് പ്ലേ ഇൻ റിസർച്ച്? 14ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻസിൻ്റെ പ്രസക്തി എന്താണ്? ചോദ്യങ്ങളുടെ പ്രസക്തി എന്താണ് റിസർച്ചിൽ? ക്വസ്റ്റ്യൻസ് ആർ ഫണ്ടമെൻ്റൽ ഇൻ റിസർച്ച്. ചോദ്യങ്ങളില്ലാതെ റിസർച്ച് മുന്നോട്ട് പോയില്ല ഒരു ഫീൽഡിലും. അതെന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ചോദ്യങ്ങൾ? ഇറ്റ് റിഫ്ലെക്ട്സ് ഹ്യൂമൻ ഡിസയർ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൗണ്ട് us ഇൻ എ ബെറ്റർ വേ. നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ഡീപ്പർ നോളജിന് വേണ്ടിയാണ് നമ്മുടെ മനസ്സിൽ ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് റിസർച്ചിന് ഫണ്ടമെൻ്റലാണ്, വളരെ അനിവാര്യമാണ്. ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്ട്രോങ് റിസർച്ച് ക്വസ്റ്റ്യൻ? ഒരു റിസർച്ച് ക്വസ്റ്റ്യന് ചില പ്രത്യേകതകളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. വെറുതെ ചോദിക്കുന്ന ചോദ്യം, സമയം പോക്കിന് ചോദിക്കുന്ന ചോദ്യം പോലല്ല ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ. എന്തൊക്കെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. ഒരു പ്രത്യേക ടോപ്പിക്കിനെ ഊന്നി നിന്നുകൊണ്ട് വേണം ആകാൻ റിസർച്ച് ക്വസ്റ്റ്യൻ, അതാണ് സ്പെസിഫിക്. ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ. നടക്കുന്ന കാര്യമായിരിക്കണം. അതൊരു റിസർച്ചിന് നമ്മളെടുക്കുന്ന സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു ഞാനത് എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ആദിവാസി മേഖലയിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു റിസർച്ച് ടോപ്പിക്കായിട്ട് എടുത്താൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സ്പെസിഫിക് ആയിരിക്കണം. ഇന്ന ജില്ലയിലെ ഇന്ന ആദിവാസി ഗ്രാമത്തിലെ. ഫീസിബിൾ ആയിരിക്കണം, നടക്കുന്നതായിരിക്കണം, ഒറിജിനൽ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഇൻ എ സെൻസ് വേറെ ആരെങ്കിലും ചോദിച്ചാൽ ഓൾറെഡി ഉത്തരം കണ്ടെത്തിയ ക്വസ്റ്റ്യൻ ആയിരിക്കല്. റെലവൻ്റ് ആയിരിക്കണം, പ്രസക്തി ഉണ്ടായിരിക്കണം, കാലിക പ്രസക്തി ഉണ്ടായിരിക്കണം. കോംപ്ലെക്സ് ആയിരിക്കണം ചോദ്യം. കോംപ്ലെക്സ് ചോദ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ സിമ്പിൾ ചോദ്യം, നമ്മളൊരു ചോദ്യം ചോദിച്ച് യെസ് ഓർ നോയിൽ ആൻസർ കിട്ടുകയാണെങ്കിൽ അത് സിമ്പിൾ ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമല്ല റിസർച്ചിന് വേണ്ടത്. ഇറ്റ് ഷുഡ് ബി കോംപ്ലെക്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ആർഗ്യുവബിൾ. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് രണ്ട് പേര് കേട്ടാൽ രണ്ട് രീതിയിൽ അതിനെ തർക്കിച്ച് ആ ചോദ്യത്തിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ അവർക്ക് തർക്കം ഉന്നയിക്കാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി റിസർച്ചബിൾ ആൻഡ് ഫോക്കസ്ഡ്. അങ്ങനെ ക്വസ്റ്റ്യനും പ്രത്യേകതകളുണ്ട്. വാട്ട് യു മീൻ ബൈ ലിറ്ററേച്ചർ റിവ്യൂ? ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റി ഈ വീഡിയോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക. Literature review is a comprehensive examination of books, scholarly articles, and other relevant sources that pertain to a specific research area. ഒരു പർട്ടിക്കുലർ റിസർച്ച് ഏരിയയിൽ നടത്തപ്പെട്ട റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് പബ്ലിഷായി വന്ന ബുക്സാണ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബുക്സ് മാത്രമല്ല, ആർട്ടിക്കിൾസ് ആകാം, ജേർണൽസിലെ പബ്ലിഷ് ആർട്ടിക്കിൾസ് ആകാം, ഈവൻ വെബ്സൈറ്റ്സിലെ സോഴ്സസ് ആകാം. അതെല്ലാം ലിറ്ററേച്ചർ റിവ്യൂവിൽ വരും. നൗ വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് എ ലിറ്ററേച്ചർ റിവ്യൂ? എന്തിനാണ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നത്? ടു പ്രൊവൈഡ് റീഡേഴ്സ് വിത്ത് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേരിയസ് സോഴ്സസ് ദാറ്റ് ഹാവ് ബീൻ എക്സ്പ്ലോർഡ് ഡ്യൂറിങ് ദ റിസർച്ച് പ്രോസസ്സ്. നമ്മുടെ മുന്നേ സഞ്ചരിച്ചവർ പല റിസർച്ചുകൾ നടത്തി കാണും. അവരേതൊക്കെ റിസർച്ച് നടത്തി, ഏതൊക്കെ മേഖലയിൽ ഓൾറെഡി റിസർച്ച് നടത്തി കഴിഞ്ഞു, അവർ സക്സസ് നേടിക്കഴിഞ്ഞു, അതറിയാനുള്ള ഒരു ശ്രമമാണ് ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നത്. നൗ മെൻഷൻ എ ഫ്യൂ ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ. ഈ പേരുകളൊന്ന് മെമ്മറൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏതൊക്കെ ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടെന്ന്. ആർഗുമെൻറ്റേറ്റീവ്, ഇൻറ്റഗ്രേറ്റീവ്, ഹിസ്റ്റോറിക്കൽ, മെത്തഡോളജിക്കൽ, സിസ്റ്റമാറ്റിക് ആൻഡ് തിയറിറ്റിക്കൽ റിവ്യൂ. 2 മാർക്ക് ക്വസ്റ്റ്യന് ഏതെങ്കിലും 2 പേര് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമുള്ള ഏതെങ്കിലും 2 or 3 റിവ്യൂവിൻ്റെ പേര് മെമ്മറൈസ് ചെയ്യുക. നൗ വാട്ട് ഈസ് എ റിസർച്ച് ഗ്യാപ്പ്? എ റിസർച്ച് ഗ്യാപ്പ് റെഫേഴ്സ് ടു എ ലാക്ക് ഓർ ലിമിറ്റേഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് റിസർച്ച് ലിറ്ററേച്ചർ ഓൺ എ ടോപ്പിക് ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ നടത്തി, നമ്മൾ കണ്ടെത്തി ഏതെങ്കിലും ഒരു മേഖലയിൽ ഇനിയും റിസർച്ച് നടത്താനുണ്ട്, അവിടെ ഒരു വിടവുണ്ട്, ആ ഒരു ടോപ്പിക്കിൽ നടത്തിയിട്ടില്ല റിസർച്ച്, അങ്ങനെ കണ്ടെത്തുന്ന ഒരു വിടവിനെയാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഞാനതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഐ തിങ്ക് 1950കളിൽ സൈക്കോളജീനെ ബേസ് ചെയ്തുള്ള റിസർച്ചിനെ പറ്റിയാണ് അല്ലേ. അപ്പർ മിഡിൽ ക്ലാസ്സും അപ്പർ ക്ലാസ് ആൾക്കാരുടെ ഇടയിൽ നടത്തിയ റിസർച്ച്. അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം താഴേക്കിടയിലുള്ള
ജനങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു ആ റിസർച്ചിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് അത് കൺവേ ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു റിസർച്ച് ഗ്യാപ്പാണ്. നൗ മെൻഷൻ എ ഫ്യൂ ടിപ്സ് ടു ഐഡൻറ്റിഫൈ റിസർച്ച് ഗ്യാപ്പ്. എങ്ങനെയാണ് റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഒന്നാമത് സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് പബ്ലിഷ്ഡ് ലിറ്ററേച്ചർ. നമ്മൾ ഒരു മേഖലയിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, സപ്പോസിങ് ഞാൻ ദളിത് ലിറ്ററേച്ചറിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ലിറ്ററേച്ചർ റിവ്യൂ നടത്തണം. എൻ്റെ ആദ്യത്തെ കടമ അതാണ്. ലിറ്ററേച്ചർ റിവ്യൂ പ്രോപ്പറായിട്ട് നടത്തുമ്പോൾ എനിക്ക് റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്താൻ കഴിയും. ആദ്യം ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് പബ്ലിഷ്ഡ് ലിറ്ററേച്ചർ. ദളിത് ലിറ്ററേച്ചറിനെ പറ്റി നാളിതുവരെ പബ്ലിഷ് ചെയ്ത ലിറ്ററേച്ചറിനെ പറ്റി എനിക്കൊരു അവയർനെസ് ആദ്യം വേണം. അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാം? ഐ ക്യാൻ സീക്ക് ഹെൽപ്പ് ഫ്രം മൈ റിസർച്ച് അഡ്വൈസർ. എൻ്റെ റിസർച്ച് ഗൈഡ് മൈറ്റ് ബി നോയിങ് ബെറ്റർ. അപ്പോൾ കൂടുതൽ വായനയുള്ള ആളായിരിക്കും നമ്മുടെ റിസർച്ച് ഗൈഡ്. അദ്ദേഹത്തിനോട് ചോദിക്കാം. ഓർ ഐ ക്യാൻ യൂസ് ഡിജിറ്റൽ ടൂൾസ്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ സെർച്ച് നടത്താം. ഒരുപാട് സെർച്ച് എൻജിൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സൈറ്റഡ് റിസർച്ച് പേപ്പേഴ്സ് കണ്ടെത്താം. ദളിത് ലിറ്ററേച്ചറിനെ പറ്റി പല റിസർച്ച് ആർട്ടിക്കിൾസും പബ്ലിഷ് ചെയ്ത് കാണും. അതിൽ ഏറ്റവും കൂടുതൽ ഓതൻറ്റിക് റിസർച്ച് പേപ്പറാണ് കൂടുതൽ സൈറ്റ് ചെയ്യപ്പെടുന്നത്, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഡിജിറ്റൽ ടൂൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കൂടുതൽ റിവ്യൂ കിട്ടിയ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കത്തില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൈറ്റഡ് റിസർച്ച് പേപ്പർ ഏതാണെന്ന് നമുക്ക് ഡിജിറ്റൽ ടൂളിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാൻ പറ്റും. ഓർ വി ക്യാൻ ചെക്ക് വെബ്സൈറ്റ്സ് ഓഫ് ഇൻഫ്ലുവൻഷ്യൽ ജേർണൽസ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വി ക്യാൻ മേക്ക് നോട്ട് ഓഫ് അവർ ക്വയറീസ്. നമുക്ക് മനസ്സിലപ്പോൾ കുറേ സംശയം വരും. ഞാൻ ദളിത് ആത്മകഥയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദളിത് ആത്മകഥയെ പറ്റിയുള്ള ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ ഇന്ന ആത്മകഥകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ദളിത് ഫീമെയിൽ റൈറ്റിങ്സിനെ പറ്റി റിസർച്ച് അധികം ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കതൊരു റിസർച്ച് ഗ്യാപ്പായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഞാനത് നോട്ട് ചെയ്യുന്നു, ആൻഡ് ഐ റിസർച്ച് ഓൺ ദാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ടിപ്സ് ടു ഐഡൻറ്റിഫൈ റിസർച്ച് ഗ്യാപ്സ്. Now, what is the importance of identifying research gap? എന്തുകൊണ്ടാണ് നമ്മൾ ഈ റിസർച്ച് ഗ്യാപ്പ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു റിസർച്ചിലേക്ക് പോകണമെന്ന് പറയുന്നത്? അതിൻ്റെ പ്രസക്തി എന്താണ്? കാരണം ബൈ ഡൂയിങ് ദിസ് യു ക്യാൻ അവോയ്ഡ് റെപ്ലിക്കേഷൻ. ഒരാൾ ചെയ്ത റിസർച്ചിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈമും എഫേർട്ടും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ഡ്യൂപ്ലിക്കേഷൻ ആവും, റെപ്ലിക്കേഷൻ ആവും. അപ്പോൾ അത് വേണ്ട. ആൻഡ് ബൈ ഡൂയിങ് ദിസ് യു വിൽ ഫിൽ നോളജ് വോയിഡ്. അറിവിൻ്റെ ആ ഒരു ഗ്യാപ്പ്, വോയിഡ് നിങ്ങൾ ഫില്ല് ചെയ്യും. ആൻഡ് യു ക്യാൻ ബിൽഡ് എക്സിസ്റ്റിംഗ് നോളജ്. എക്സിസ്റ്റിംഗ് അറിവിനെ ഒന്നുകൂടെ പരിപോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ബൈ ഐഡൻറ്റിഫൈങ് റിസർച്ച് ഗ്യാപ്പ്. മനസ്സിലായോ? ഞാൻ ദളിത് ലിറ്ററേച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നാച്ചുറലി ഞാൻ ലിറ്ററേച്ചർ റിവ്യൂ നടത്തും. എന്നിട്ട് ഞാനൊരു ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് അതിലേക്ക് റിസർച്ച് ചെയ്യുമ്പോൾ എൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ ആ ഫീൽഡിലുണ്ടാവും. ഫ്രം വേർ ഡസ് ദ വേർഡ് ബിബ്ലിയോഗ്രാഫി ഒറിജിനേറ്റ്? ബിബ്ലിയോഗ്രാഫി എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് 2 ഗ്രീക്ക് ടേംസിൽ നിന്നാണ്, ബിബ്ലിയോൺ ആൻഡ് ഗ്രാഫീൻ. ബിബ്ലിയോൻ്റെ അർത്ഥം ബുക്കാണ്, ഗ്രാഫീൻ ഈസ് ടു റൈറ്റ്. അങ്ങനെയാണ് ഈ ബിബ്ലിയോഗ്രാഫി എന്ന വേർഡ് ഉണ്ടായത്. ആൻഡ് വാട്ട് ഡസ് ബിബ്ലിയോഗ്രാഫി മീൻ? എന്താണ് ബിബ്ലിയോഗ്രാഫി കൊണ്ട് മീൻ ചെയ്യുന്നത്? A bibliography means the art of preparing a systematic list of books used while doing research. നോക്ക്, ഈ എക്സാമ്പിൾ തന്നെ പറയാം. ഞാൻ ദളിത് ഫീമെയിൽ ആത്മകഥയെ പറ്റിയാണ് റിസർച്ച് ചെയ്യുന്നത്. നാച്ചുറലി ഞാൻ കുറച്ച് ഫീമെയിൽ ദളിത് റൈറ്റേഴ്സിൻ്റെ ബുക്സ് എടുത്തു, അതെൻ്റെ പ്രൈമറി സോഴ്സായി. പിന്നെ ഞാൻ സെക്കൻഡറി സോഴ്സായിട്ട് എടുക്കുന്നത് എന്തൊക്കെയാണ്? ദളിത് ആത്മകഥകളെ പറ്റി മറ്റ് ആരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഞാൻ വായിച്ചിരിക്കണം. അതിൽ നിന്ന് എനിക്ക് വേണ്ട കൊട്ടേഷൻസോ ആവശ്യമുള്ള കാര്യങ്ങൾ എനിക്ക് എടുക്കാം, പ്രൊവൈഡഡ് ഞാൻ അവർക്ക് കടപ്പാട് രേഖപ്പെടുത്തിയിട്ട് എനിക്കത് എടുക്കാം. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ എൻ്റെ റിസർച്ചിന് ആ ബുക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ സെക്കൻഡറി സോഴ്സായിട്ട് വരും. അത് ഞാൻ ആ ബുക്സിൻ്റെ പേര്, ഓതർ, പബ്ലിഷിംഗ് ഇയർ, പബ്ലിഷർ എല്ലാം ഞാൻ ഈ ബിബ്ലിയോഗ്രാഫിയിൽ ലിസ്റ്റ് ചെയ്യും. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ റിസർച്ചിന് ഉപയോഗിച്ച എനിക്ക് ഉപകാരപ്പെട്ട ബുക്സ്, ജേർണൽസ്, വെബ്സൈറ്റ്സ്, ഇതിൻ്റെ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ലിസ്റ്റിനെയാണ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്.
അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ റിസർച്ച് തീസിസ് എടുത്ത് വായിക്കുന്ന ആൾക്ക് ബിബ്ലിയോഗ്രാഫി നോക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്തു. അപ്പം എൻ്റെ ബിബ്ലിയോഗ്രാഫിയുടെ ലിസ്റ്റ് നീളുന്നതനുസരിച്ച് ഞാൻ അത്രയും അധ്വാനിച്ചു, ഞാൻ ആ ഫീൽഡിൽ അത്രയും ബുക്സ് എടുത്തു റെഫർ ചെയ്തു എന്നതിൻ്റെ ഒരു പ്രൂഫാണ് ബിബ്ലിയോഗ്രാഫി. മെൻഷൻ എ ഫ്യൂ ബ്രാഞ്ചസ് ഓഫ് ബിബ്ലിയോഗ്രാഫി. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1-2 ബ്രാഞ്ചിൻ്റെ പേര് എഴുതിയാൽ മതി. എനിവേ ഞാൻ 5 ബ്രാഞ്ചസും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ബിബ്ലിയോഗ്രാഫി, അനാലിറ്റിക്കൽ, ഡിസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കൽ ആൻഡ് ടെക്സ്ച്വൽ ബിബ്ലിയോഗ്രാഫി. ഇത്രയും ടൈപ്സ് ബിബ്ലിയോഗ്രാഫി തന്നെ ഉണ്ട്. ആക്ച്വലി ബിബ്ലിയോഗ്രാഫി നമ്മൾ പക്ഷേ PhD റിസർച്ച് ചെയ്യുമ്പം ഇത്രയും ഡീറ്റെയിൽഡ് ബിബ്ലിയോഗ്രാഫിയിലേക്ക് നമ്മളാരും പോകാറില്ല. PhD തീസീസിനെല്ലാം ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത ബുക്സിൻ്റെ പേരും അതിൻ്റെ പബ്ലിഷർ, ഇയർ, ഓതർ, ടൈറ്റിൽ ഇതൊക്കെ മതി. ഇത്രയും ഡീറ്റെയിൽ ബിബ്ലിയോഗ്രാഫിയിലേക്ക് യൂഷ്വലി നമ്മൾ പോകാറില്ല. എനിവേ യു ഹാവ് ടു നോ ദാറ്റ് ദീസ് ടൈപ്പ് ഓഫ് ബിബ്ലിയോഗ്രാഫീസ് ആർ ഓൾസോ ദെയർ. വാട്ട് ഡു യു മീൻ ബൈ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫി? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 25th ക്വസ്റ്റ്യൻ. അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫി എന്താണ്? നമ്മളെടുത്ത ബുക്സിനെ പറ്റി ഒരു ചെറിയ ഷോർട്ട് ഡിസ്ക്രിപ്ഷനൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫി. ഞാൻ ദളിത് ഫീമെയിൽ റൈറ്ററിൻ്റെ ഒരു ആത്മകഥയാണ് എടുത്തിരിക്കുന്നത് റിസർച്ച് ചെയ്യാൻ. എൻ്റെ ബിബ്ലിയോഗ്രാഫിയിൽ എൻ്റെ പ്രൈമറി സോഴ്സായിട്ട് എൻ്റെ ആ ഓതറിൻ്റെ ആത്മകഥ വരും. പിന്നെ മറ്റ് റിസർച്ചേഴ്സ് ചെയ്ത അല്ലെങ്കിൽ മേ ബി ഈസ്തറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ, ശരൺ കുമാർ ലിംബാലയുടെ ഉണ്ട്, അല്ലെങ്കിൽ ഓം പ്രകാശ് വാൽമീകിയുടെ ഉണ്ട്. ദളിത് ലിറ്ററേച്ചറിനെ പറ്റിയുള്ള മറ്റ് ബുക്സ് ഉണ്ട്. അതെല്ലാം എൻ്റെ ബിബ്ലിയോഗ്രാഫിയിൽ ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫി കുറച്ചുകൂടെ ഓതൻറ്റിക്കാണ്. കാരണം ഞാനിപ്പം ഈസ്തറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ എന്ന ബുക്ക് എടുത്തെന്ന് വെച്ചോ എൻ്റെ ബിബ്ലിയോഗ്രാഫിയിൽ. ആ ബുക്കിനെ പറ്റിയുള്ള ഒരു പാരഗ്രാഫിൽ ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷനൂടെ ആഡ് ചെയ്യുമ്പം ഇറ്റ് ബിക്കംസ് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫി. അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫിയിൽ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് നമ്മൾ അതിനെപ്പറ്റി ആ ബുക്കിനെ പറ്റി എഴുതേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് തന്നെ എഴുതേണ്ടി വരും. സോ അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫി ഈസ് ലിറ്റിൽ മോർ ഓതൻറ്റിക്. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് സൈറ്റേഷൻസ് അലോങ് വിത്ത് ബ്രീഫ് സമ്മറീസ്. ആ സമ്മറീസിൽ എന്തുവാണുള്ളത്? എക്സ്പ്ലെയിനിങ് ദ റെലവൻസ് ഓഫ് ദ സോഴ്സസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫി? It is to highlight the importance, accuracy and credibility of each cited source. സൈറ്റ് ചെയ്ത ഓരോ സോഴ്സും, നമ്മൾ രേഖപ്പെടുത്തുന്ന ഓരോ സോഴ്സിൻ്റെയും ക്രെഡിബിലിറ്റി, അതിൻ്റെ ആ ഒരു വിശ്വസനീയത, അതിൻ്റെ അക്യുറസി, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫി. സോ ഐ എം പ്രിറ്റി ഷുവർ ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു ലേണറിന് വളരെ നിഷ്പ്രയാസം ഇൻറ്റേർണൽ എക്സാംസ് ഫേസ് ചെയ്യാൻ പറ്റും. ഈ 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൻ്റെ PDF ഞാൻ ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ PDF വേർഷനും കിട്ടും. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് പ്രിൻറ്റ് ഓഫ് ഇറ്റ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്, കീപ്പ് ഇൻ ടച്ച്. ഇനിയും ഞങ്ങൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ പുതിയ അപ്ലോഡിങ്സ് നടത്തിക്കൊണ്ടിരിക്കും. സോ യു ബെറ്റർ സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.